ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷ ഭാഗം മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 6 വരെയും 16 മുതൽ 18 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. ഇന്ന് വിഭൂതി ബുധൻ, വിശുദ്ധമായ തപസ്സ കാലത്തിൻ്റെ ആരംഭം. നെറ്റിത്തടങ്ങളിൽ ചാരം പൂശി 40 ദിവസത്തെ ഒരു തീർത്ഥാടന യാത്ര നമ്മൾ ഇന്ന് ആരംഭിക്കുകയാണ്. പ്രാർത്ഥന, ദാനധർമ്മം, ഉപവാസം എന്നീ പുണ്യങ്ങളിൽ അധിഷ്ഠിതമായി ജീവിക്കാൻ ഇതാ നമ്മുടെ മുൻപിൽ 40 ദിനരാത്രങ്ങൾ. വസ്ത്രമല്ല, ഹൃദയമാണ് കീറേണ്ടതെന്ന് ജോയേൽ പ്രവാചകനും നിങ്ങൾ ദൈവത്തോട് രമ്യതപ്പെടുവിൻ എന്ന് വിശുദ്ധ പൗലോസ് അപ്പോസ്തലനും ഈ നോമ്പുകാലത്തിൻ്റെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന പ്രാർത്ഥന, ഉപവാസം, ദാനധർമ്മം എന്നിവ നാലാളെ കാണിക്കാൻ പരസ്യപ്പെടുത്താനുള്ളതല്ലെന്നും അത് നീയും ദൈവവും തമ്മിലുള്ള രഹസ്യാത്മകമായ കാര്യമാണെന്നും സുവിശേഷകനായ വിശുദ്ധ മത്തായിയും നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ ഒരു കാര്യം വ്യക്തം: ഈ നോമ്പുകാലത്ത് പുറമേ ഉള്ളതിനല്ല പ്രാധാന്യം, അകമേ ഉള്ളതിനാണ്. ബാഹ്യമായ കാട്ടിക്കൂട്ടലുകളല്ല വേണ്ടത്, ആന്തരികമായ ഒരു പരിവർത്തനമാണ്. ചുരുക്കി പറഞ്ഞാൽ, ഹൃദയത്തിന് കുറെ കൂടെ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാലം. അതുകൊണ്ട് തന്നെ ഹൃദയത്തെ കീറിമുറിക്കാൻ, ഒരു ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കാൻ, യോജിക്കാത്തവയെ നീക്കം ചെയ്യാൻ, കുറവുള്ളവയെ തുന്നിച്ചേർക്കാൻ, മൊത്തത്തിൽ ഒന്ന് ശുദ്ധി വരുത്താൻ ഇതാ തിരുസഭ നമുക്ക് ഒരവസരം കൂടി തരികയാണ് ഈ 40 പുണ്യദിനങ്ങളിലൂടെ. ഇന്ന് നമ്മുടെ നെറ്റിത്തടങ്ങളിൽ പൂശുന്ന ചാരം, പൊടി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട നമ്മളെല്ലാവരും ഈ ലോക ജീവിതത്തിനൊടുവിൽ മണ്ണിലേക്ക് തന്നെ മടങ്ങേണ്ടവരാണ് എന്നുള്ള സത്യമാണ്. എന്നാൽ പലപ്പോഴും ഈ സത്യം നമ്മൾ ഓർക്കാതെ അഹങ്കാരത്തിൻ്റെ, പിടിവാശികളുടെ, ഞാനെന്ന ഭാവത്തിൻ്റെ ഉടയ്ക്കാനാവാത്ത ശിലാഹൃദയവും പേറിയാണ് ഈ ഭൂമിയിലുള്ള നമ്മുടെ ജീവിതം. ഈ ശിലയെ ഉടയ്ക്കേണ്ട ദിനങ്ങളാണ് വരാൻ പോകുന്ന ഈ 40 ദിവസങ്ങൾ. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 36-ാം അധ്യായം 26-ാം തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ശിലാഹൃദയത്തിന് വേണ്ടിയല്ല, മാംസളമായൊരു ഹൃദയത്തിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. നമ്മുടെ ഹൃദയങ്ങൾ മാംസളമായിട്ട് മാറണം. അതുകൊണ്ട് നമ്മുടെ ഈ ഹൃദയത്തെ ശിലയാക്കുന്ന, നമ്മുടെ ഹൃദയത്തിലുള്ള അഹങ്കാരത്തെയും വാശിയെയും വെറുപ്പിനെയും പകയെയും ഞാനെന്ന ഭാവത്തെയും നമ്മുടെ ദുശീലങ്ങളെയും ഇവയൊക്കെ വെടിഞ്ഞ് എളിമയുള്ള ഒരു ഹൃദയത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എളിമയുള്ള ഹൃദയങ്ങളെയാണ് മാംസളമായ ഹൃദയങ്ങളെന്ന് വിളിക്കുക. അതുകൊണ്ട് തന്നെ മാംസള ഹൃദയത്തിൻ്റെ ലക്ഷണങ്ങളായ സ്നേഹം, കരുണ, ഒരുമ എന്നീ പുണ്യങ്ങളെ ഈ 40 ദിവസങ്ങളിൽ ആലിംഗനം ചെയ്യാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. ഈ വരുന്ന 40 ദിനങ്ങൾ അനുഗ്രഹത്തിൻ്റെ ദിനങ്ങളായിട്ട് മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കറിയാവുന്നതുപോലെ 40 വർഷത്തെ മരുഭൂമിയിലെ അലച്ചിലിനൊടുവിലാണ് ഇസ്രായേൽ ജനം കാനാൻ ദേശത്ത് എത്തിച്ചേരുന്നത്. ദുരിതങ്ങളുണ്ടായിരുന്നു, ക്ലേശങ്ങളുണ്ടായിരുന്നു, കഷ്ടപ്പാടുണ്ടായിരുന്നു, ഒത്തിരിയധികം ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പക്ഷേ കാനാൻ ദേശത്ത് എത്തിയപ്പോൾ സ്ഥിതി മാറി. അതുകൊണ്ട് സഹനങ്ങൾ ഈ 40 ദിവസങ്ങളിൽ ഏറ്റെടുക്കാൻ നമുക്ക് ശ്രമിക്കാം. സഹനങ്ങളെ പുൽകാം. നമ്മുടേതായിട്ടുള്ള ചില ഇഷ്ടങ്ങളെ വേണ്ടെന്ന് വയ്ക്കാം. അങ്ങനെ വരാൻ പോകുന്ന ആ വലിയ സൗഭാഗ്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈ 40 ദിവസങ്ങൾ അനുഗ്രഹപ്രദമാകട്ടെ എന്ന് എല്ലാവർക്കും ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു നോമ്പ് കാലം എല്ലാവർക്കും
നേരുന്നു.